വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾക്ക് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഷോപ്പിംഗ് ആണ്. സോ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾസ് അതാണ് മെയിനായിട്ട് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നും പർച്ചേസ് ചെയ്യാൻ പോകുന്നില്ല. സോ നമ്മുടെ ഈ വീക്കിനുള്ളതാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീക്കിനുള്ള പർച്ചേസിങ്ങിൻ്റെ ബഡ്ജറ്റ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് 200 റുപ്പീസാണ്. സോ അതിൻ്റെ താഴോട്ടാണ് വാങ്ങിക്കാൻ പോകുന്നത്. ഓക്കെ, 200ൻ്റെ എപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്നില്ല. അപ്പോൾ അതാണ് എൻ്റെ പ്ലാന്. സോ നമുക്ക് പോവാം. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം, സൂപ്പർ മാർക്കറ്റിൽ നമ്മൾക്ക് ക്യാരി ബാഗ് തരൂല. പ്ലാസ്റ്റിക് ആണെങ്കിലും അല്ലെങ്കിലും അവർ തരൂല. സോ നമ്മൾ അത് വേണം എടുത്തിട്ട് പോകാനായിട്ട്. സോ ഞാനിപ്പോൾ എത്തിയുള്ളൂ, അതുകൊണ്ടാണ് ഈ ടാഗ്. സോ ഞാൻ അഴിക്കുന്നില്ല. എനിക്ക് ടാഗ് ഇടുന്ന ഇഷ്ടമാണ്. ഐഡൻറ്റി കാർഡ് കോളേജിലിട്ടത്. അപ്പോൾ എനിക്കിപ്പോഴും അതിനോടുള്ളൊരു സ്നേഹം പോയിട്ടില്ല. അതുകൊണ്ടാണ് കുറേ പേര് ചോദിക്കുന്നത് എന്തിനാണ് നീ ഇതിട്ട് വീഡിയോ ചെയ്തത്. ഓക്കെ, അതവിടെ ഇരുന്നോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ പോവാം. അപ്പോൾ നമുക്ക് കവർ വല്ലതും എടുത്തിട്ട് വേണം പോകാൻ. ഇല്ലെങ്കിൽ സാധനം അവിടെ തന്നെ കിടക്കും, നമുക്ക് ഇങ്ങോട്ടും എടുത്തിട്ട് വരാൻ പറ്റില്ല. സോ നമുക്ക് പോവാം. പോയി ക്യാരി ബാഗ് സെറ്റാക്കാം. ഇനി ഞാൻ ഹാൻഡ് ബാഗൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലോട്ട് പോവാണ്. ഇവിടെ മലയൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. മലയൊക്കെ ഉണ്ട്, ഇവിടെ കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ. കുറച്ച് ദൂരം ഉണ്ട്. പിന്നെ ഞാൻ ഇന്ന് ഒരാളെ പരിചയപ്പെടുത്തി തരാം. അത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. കുറച്ച് ഓൾഡ് ഫ്രണ്ടാന്ന് കൂട്ടാം, അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ മുഴുവൻ ആൾക്കാരാണ്. ഓക്കെ, നമുക്ക് സൂപ്പർ മാർക്കറ്റ് എത്തിയിട്ട് കാണാം. എല്ലാവരും ഒരു ഓക്വേർഡ് ലുക്ക് തരും, അതാ പ്രശ്നം. നമ്മൾ സൂപ്പർ മാർക്കറ്റിലാണ്. ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. പക്ഷെ എന്താ എടുക്കണമെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ എല്ലാം വാങ്ങണം എന്നാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മെയിനായിട്ട് വാങ്ങിക്കേണ്ടത് പച്ചക്കറിയാണ്. നമുക്ക് അങ്ങോട്ട് ഞാൻ ഗ്രീൻ ബീൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 4 കിലോ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എടുക്കാം. വെജിറ്റബിൾസ് വാങ്ങാൻ പോകാം കേട്ടോ. വെജിറ്റബിൾസാണ് മെയിനായിട്ട് വാങ്ങേണ്ടത്. അപ്പോൾ അത് വാങ്ങിക്കാൻ പോകാം. കുറച്ച് വാങ്ങാനുള്ളൂ, ഒരു 1 വീക്കിനുള്ളതാണ്. 200 റുപ്പീസാണ് ബഡ്ജറ്റ്. അപ്പോൾ അതിനനുസരിച്ച് വേണം വാങ്ങാനായിട്ട്. നമ്മൾക്ക് മെയിനായിട്ട് വാങ്ങേണ്ടത് ചില്ലിയാണ്. അപ്പോൾ അത് വാങ്ങാം കേട്ടോ. അപ്പോൾ ഗൈസ്, തക്കാളിയാണ്. ഇത് കുറച്ചെടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ നല്ല പഴുത്ത് കേട് വന്നു പോകും. ഉള്ളിയാണ് മെയിനായിട്ട് വാങ്ങാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഉള്ളി ഏറ്റവും കൂടുതൽ ചിലവാകുന്ന സാധനം. അപ്പോൾ അത് വാങ്ങിക്കാം. ഇതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്, എന്തിനാന്ന് പറഞ്ഞൂടാ. ഇതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനൊരു സ്പെഷ്യൽ സാധനം ഞാൻ വാങ്ങാൻ പോവാണ്. ഞാൻ എവിടെ ഉണ്ടെന്ന് നോക്കട്ടെ. എന്താണെന്ന് പറഞ്ഞൂടാ, ഈ മൊബൈലും പിടിച്ച് ഞാൻ നടക്കുന്നൊരു ഓക്വേർഡ് ഫീലിംഗ്. അതാണ്. ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ആക്ച്വലി ഞാൻ ഇതല്ല യൂസ് ചെയ്യുന്നത്, വേറൊരു സാധനമാണ്. ഇത് ബോഡി വാഷാണ്. പക്ഷേ നിവ്യയുടെ അല്ല, വേറൊരു മറ്റേ ലെക്സിൻ്റെ ഒരു സൺഫ്ലവറിൻ്റെ ഫ്ലേവറുണ്ട്. അത് കൊള്ളാം. പിന്നെ പ്രത്യേകം പറയണം, ഈ ഫേസ് വാഷ് ഒരു കാരണവശാലും വാങ്ങരുത്. ഒരുമാതിരി പത പിടിച്ച സാധനമാണ്. പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര ഫേസ് കഴുകിയാലേ പത അങ്ങനെ നിൽക്കും. കറക്റ്റായിട്ട സാധനം. സ്നാക്സാണ്, ഫുൾ സ്നാക്സ്. പക്ഷെ ഞാൻ ഒന്നും കഴിക്കില്ല. ഞാൻ ഈ അമ്മൂട്ടിയുടെ വാങ്ങാൻ നിന്നതാ. പക്ഷേ നല്ല റേറ്റ്. ഇത് വലിയ കാര്യം, ഞാൻ എത്രയും കഴിക്കില്ല. ഒരു വട്ടം കഴിക്കാനാണ്. 95 റുപ്പീസാണ് ഈ ഒരു സാധനത്തിന്. ഏതാ വാങ്ങേണ്ടത് അറിഞ്ഞൂടാ. ഇത് വാങ്ങണോ വേണ്ടതെന്ന്. ഇതിന് ചെറിയ പാക്കറ്റ് കാണാനില്ല. വെറുതെ കഴിക്കാനാണ്. ഇങ്ങനത്തെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ കഴിക്കും. പക്ഷെ പറയാൻ എനിക്ക് മധുരം ഇഷ്ടമല്ല. പക്ഷേ ഇത് എപ്പോഴെങ്കിലും ഇങ്ങനെ കഴിക്കാൻ എനിക്കിഷ്ടമാണ്. നമ്മുടെ ഇടയ്ക്ക് 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് കിട്ടില്ല. ഓക്കെ,
എൻ്റെ പർച്ചേസിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. സ്ഥലം വിടാം. ബ്രെഡാണ്. ഹായ് പറഞ്ഞേ. കടയാണ്, അച്ഛൻ്റെ കടയാണിത് കേട്ടോ. ഇതില് വീഡിയോ എടുക്കുക. ഹായ് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും കാണും. ഹായ് എന്ന് പറയും. അച്ഛൻ ഹായ് പറഞ്ഞേ. നമ്മൾക്ക് പിന്നെ കാണാം. വേറൊന്നും വേണ്ട, വേണ്ട വേണ്ട വേണ്ട, ബൈ. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ വാങ്ങിച്ചെത്തി. ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു. ഒരു വൃത്തികെട്ട ഔട്ട്ഫിറ്റാണ്, പക്ഷെ ഓക്കെ, ഓഫീസിലേക്ക് ഇത് കറക്റ്റാണ്. നല്ല ചൂട് എപ്പോഴും പോലെ, ഒരു വ്യത്യാസമില്ല. ഓക്കെ, അപ്പോൾ ടൈം എന്ന് പറയുന്നത് ഒരു 6:32 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. വേറെ ഒന്നും കാണിക്കാൻ എൻ്റെ അടുത്തില്ല, ഇതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ പർച്ചേസ് ചെയ്തത് ആദ്യം ഈ ചില്ലി അങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതിന് 5 രൂപയാണ്. അതായത് മുളകിന് ഇവിടെ 5 rupees ഈ വലിയ പാക്കറ്റ്. ഓക്കെ, അടുത്തത് വലിയ ഉള്ളിയാണ്. ഇതിന് 41 രൂപയാണ്. നിങ്ങൾക്ക് എത്ര പൈസ ആയത്? 41 രൂപ. ഓക്കെ, ദെൻ ടൊമാറ്റോസ് അത് 27 rupees. ഇതൊക്കെ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഞാൻ എവിടെ മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ളത്. 37 rupees കൂടുതലാണ്. ഞാൻ എപ്പോഴും ഒരു 200 കുറയ്ക്കുകയും ചെയ്യാം. ഇപ്രാവശ്യം കൂടി. ഇപ്പോൾ എന്ത് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്? മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഓണിയൻ വാങ്ങിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ക്യാഷ് അതായത് കൂടുതലായത്. അത് കാരണം ഞാൻ ചെയ്തത്. ആഫ്റ്റർ ദാറ്റ് ഞാൻ രണ്ടിനാണ് വാങ്ങിച്ചത്. എന്തിനാണ് അറിയൂടാ. അപ്പോൾ അങ്ങനെ ഇത് വാങ്ങിച്ചു. പിന്നെ ആദ്യ സാധനങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഗൈസ്. പിന്നെ ഇത് ഗ്രീൻ ബീൻസ് ആണ് 45 rupees. 45. പിന്നെ ഇത് ഈ ഒന്നിന് 11 രൂപ കേട്ടോ. ഒന്നിന് 11 രൂപ. ആക്ച്വലി ഇത് ഞാൻ കുറച്ച് നന്നായിട്ട് കുക്ക് ചെയ്യും. നമ്മൾ കുക്ക് ചെയ്യാം. ഇന്ന് നാളെ ആയിട്ട് കുക്ക് ചെയ്യുന്നതായിരിക്കും ഈ സാധനം. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ അവിടെ നിന്ന് കണ്ടില്ലേ പർച്ചേസ് ചെയ്തിട്ട് വരുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആ അങ്കിൾ അച്ഛനൊക്കെ പറയാം. അപ്പോൾ ആക്ച്വലി ആൾ തനിച്ചാണ് ഇരിക്കുന്നത്, വേറെ ആരുമില്ല. അപ്പോൾ ആള് ആ ചെറിയ കടയൊക്കെ ആയിട്ട് ആൾ വീടുണ്ട്, എല്ലാ സൗകര്യം വീട്ടിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പർച്ചേസ് ചെയ്തിട്ട് വരുന്ന ടൈമിലും മാക്സിമം മീറ്റ് ചെയ്യാറ്. മീറ്റ് ചെയ്ത് കുറേ നേരം സംസാരിക്കും. ഇത് ഒരുപാട് നേരം ചീട്ടായിരുന്നു ഞാൻ പെട്ടെന്ന് വന്നു. അപ്പോൾ ആൾ തനിച്ചാ. അപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്കും ഒരാളോട് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ തനിച്ചാലോ, അപ്പോൾ എനിക്കും സംസാരിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെ ഇന്നത്തെ പർച്ചേസിങ് കഴിഞ്ഞു. നമുക്ക് ഇന്ന് എന്തെങ്കിലും കുക്ക് ചെയ്യണം. കാണാം. ഹായ് ഗായ്സ്, അപ്പോൾ ഞാനൊന്ന് ഫ്രഷപ്പ് ആയിട്ട് വന്നു. ഇനി നമുക്ക് കുക്ക് ചെയ്യാനാണുള്ളത്. ഓക്കെ, ഇപ്പോൾ നൈറ്റിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. അപ്പം ഐ ഡോണ്ട് ഹാവ് എനി പ്ലാൻസ്. സോ എന്താ ഉണ്ടാക്കേണ്ടതൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഉള്ള വെജിറ്റബിൾസ് വെച്ച് എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഐ തിങ്ക് നമുക്ക് റാഗി കൂൾ ഉണ്ടാക്കാം. അപ്പോൾ വീട്ടിൽ എനിക്ക് പൊതുവെ അമ്മ അതാ തരാറ്. ഞാൻ അതായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ആ ടൈമിൽ. അപ്പോൾ നമ്മൾ അത് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ഒക്കെ കൂടുന്ന കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുണ്ടാക്കാം. പ്ലസ് ഒരു സൂപ്പർ സാധനം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഞാൻ ചെയ്യുന്നത് ട്രൈ ചെയ്യാം. പേടിക്കാതെ ട്രൈ ചെയ്യാം. നോ ഇഷ്യൂസ്. എന്താ വെച്ചാൽ ഞാൻ കുറേ ആയിട്ട് കുക്ക് ചെയ്യുന്നത്, എനിക്കിതൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. സോ നമുക്ക് കുക്ക് ചെയ്യാം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാം. അതിനായി ആദ്യം വേണ്ടത് നമ്മൾ പറഞ്ഞല്ലോ റാഗി കൂള ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫുൾ റാഗിയാണ് വീട്ടിൽ നിന്ന് തന്നിട്ടത് അമ്മ. ഓക്കെ, ഇത് വരുന്ന ടൈമിൽ കൊണ്ടുവന്നതാണ്. കഴിച്ചിട്ടില്ല, എടുത്തിട്ടില്ല ഇനി. ഓക്കെ, ഇപ്പം നമ്മളൊരു സ്പൂൺ എടുക്കാം. ഓക്കെ, ഇപ്പം ഞാനൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനിങ്ങനെ പൊതുവേ ഇടാറാണ് പതിവ്. ഒരളവും കാര്യങ്ങളൊന്നുമില്ല നമുക്ക്. ഓക്കെ, നമുക്ക് എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ റാഗി എടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിൽ അരിച്ചിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അളവ് കിട്ടും. ഞാൻ യൂഷ്വലി അങ്ങനെ ചെയ്യാറ്. ഓക്കെ സെറ്റ്. ഓക്കെ, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കുന്നു. ഇതിൻ്റെ ഒപ്പം തേങ്ങയില്ലേ, തേങ്ങയൊക്കെ ചിരവിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്.
നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ നെക്സ്റ്റ് ഇടേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെല്ലമാണ്. ഇതിൽ നമ്മൾക്ക് ഷുഗർ നമ്മുടെ നോർമൽ വൈറ്റ് ഷുഗർ ഇടാം, പക്ഷേ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ടേസ്റ്റ്. ഇതും തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, പക്ഷേ തേങ്ങയില്ല. ഓക്കെ, അപ്പോൾ അതൊരു കുഴപ്പമാണ്, പക്ഷേ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് ഇടാം. പിന്നെ മധുരം കൂടുവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി എടുത്ത് കൂടി ഇടും, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫുൾ ഒന്നാണ് ഇടാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സാധനം എടുത്ത് വെക്കാം. ഓക്കെ, ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വെറുതെ ഇങ്ങനെ വെച്ചെന്ന് പറഞ്ഞ് വിടാൻ പാടില്ല. ഇളക്കി കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ താഴെ കേടുവന്ന് പോവേ. ഓക്കെ, സിമ്മിൽ വെച്ച് ഉണ്ടാക്കുന്നതാണ് ബെറ്റർ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഈ റാഗിക്കുളിനായിട്ട് നമ്മൾ നെക്സ്റ്റ് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ, വെറുതെ അത് കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനൊപ്പം നമ്മൾ ഇന്ന് അതിൻ്റെ ഒപ്പം കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുളകാണ്. ഓക്കെ, മുളകാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ വിചാരിച്ചു, അതായത് ഇത് മാത്രമാണ് ഇതിന് കോമ്പിനേഷൻ എൻ്റെ അറിവിൽ. അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഉണക്കമുളകില്ലേ, ഉണക്കമുളകാണ് അത് വറുത്ത് കഴിക്കുന്ന മുളക് അതുണ്ട്, പക്ഷേ അതല്ല, അതിന് ആ ടേസ്റ്റ് വേണ്ട. അത് ഞാൻ യൂഷ്വലി കഴിക്കുന്നതാണ്. സോ അത് വേണ്ട. അതിന് ബെറ്ററായിട്ട് അതിനേക്കാളും ബെറ്ററാണ് ഈ സാധനം പച്ചക്ക് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ പച്ചക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്ന് ചെറിയത്, അതായത് ഒരുപാട് വലുതല്ല, കുഞ്ഞുതായിട്ടുണ്ടാവില്ലേ, വലിയ മൂക്കുള്ളതല്ലാത്തത് എടുക്കാം. എൻ്റെ വീഡിയോസിൽ വലുതായിട്ട് പുതിയ കണ്ടന്റും കാര്യങ്ങളും കാണാൻ വഴിയുണ്ടാവില്ല. ബിക്കോസ് ഞാൻ ഇവിടെയാണ്, ഈ റൂമിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ നാട്ടിലോട്ട് പോകുമ്പോൾ വെറൈറ്റി നമുക്ക് സ്ഥലങ്ങളും കാര്യങ്ങളും കാണാം. പിന്നെ വെക്കേഷൻ ടൈം ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ കാണാം. എൻ്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നു. ഓണത്തിന് എൻ്റെ വെക്കേഷൻ കഴിഞ്ഞാണ്. സോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കാണിച്ചിട്ടില്ല. എൻ്റെ വെക്കേഷൻ ടൈമിലാണെങ്കിൽ കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാകും. ഈ പ്രാവശ്യം വെക്കേഷൻ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം കുറേയായിരുന്നു. ഈ പ്രാവശ്യം ഓക്കെ, ഹാപ്പി. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ മുളക് ഏറ്റവും ചെറിയ മുളകുകൾ വേണം ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഞാൻ ഇതിലെനിക്ക് ഉള്ളതിന് ഞാൻ ഇതങ്ങനെ കുറച്ച് മുളകുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട്, കുട്ടികൾക്ക് കൊടുക്കരുത്. ഞാൻ അഡ്വൈസ്, ഇത് കഴിക്കുമായിരിക്കും, ഇത് കഴിക്കുമായിരിക്കും പിള്ളേർ, പക്ഷേ കുഞ്ഞു പിള്ളേർക്ക് ഇത് കൊടുക്കരുത് ഒരു കാരണവശാലും. എന്താണെന്ന് വെച്ചാൽ മുളക് ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ സ്റ്റൊമക് പെയിനും കാര്യങ്ങളും വരും. ഓക്കെ, അപ്പോൾ എരിവില്ലാത്തതാണെങ്കിൽ നമുക്ക് അറിയില്ല, പക്ഷെ അത് വേണ്ട. എന്തിനാ വെറുതെ പിള്ളേർക്ക് കൊടുക്കരുത്. ഓക്കെ, അമ്മമാർ കാണുന്നവരുണ്ടെങ്കിൽ കൊടുക്കരുത് പ്ലീസ്. ഓക്കെ, നമുക്ക് ഇപ്പം നെക്സ്റ്റ് ചെയ്യേണ്ടത് മുളകാണ്. ആദ്യം ഇത് കഴുകിയെടുക്കാം. ഈ മുളകും നമുക്ക് മെയിനായിട്ട് വേണ്ട സോൾട്ടാണ്. ഓക്കെ, ഇത് രണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കുക, ഇത് മാത്രം മതി. മുളകും നടുവേറിയതും പിന്നെ സോൾട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സോൾട്ട് ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങോട്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ നിറച്ച് ഇപ്പോൾ മുളക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ അമർത്തുക. നമ്മൾ ഇതിൻ്റെ ഇടയിലുള്ള കുരുവൊക്കെ കളഞ്ഞാണല്ലോ, ഇപ്പോൾ എരിവ് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ആകെക്കൂടെ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് നമുക്ക് എണ്ണയാണ് ഒഴിക്കേണ്ടത്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ ചേച്ചി, അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മുളക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. ആവശ്യത്തിന് എണ്ണ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ റാഗി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ചീത്തയായി പോവേ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായിട്ടുണ്ട്, സിമ്മിൽ വെക്കാം. ഓക്കെ, എന്നിട്ട് മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മുളക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് നിൽക്കരുത് ഒരു കാരണവശാലും. ഇതൊരു പോരാട്ടം പോലെയാണ്. ഓക്കെ ചേച്ചി, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇത് ഫുൾ ഉപ്പാണ്. ഈ താഴെയുള്ള മുഴുവൻ ഉപ്പാണ്. ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് പൊട്ടിത്തെറിക്കും, ഒന്നൊന്ന് കണ്ണൊക്കെ സൂക്ഷിച്ചേക്കണം. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഈ എരിവ് കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെടും, മധുരവും കഴിക്കുന്നവർക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. നല്ല എരിവല്ലേ, അതുകൊണ്ടാണ്. എരിവുണ്ടാവില്ല, ഒരു ഉപ്പും ഒരു ലൈറ്റായിട്ടുള്ള ഒരു എരിവുണ്ടാവുള്ളൂ, വലിയ എരിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ പിന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഇത് ഈ മുളക് വറക്കുമ്പോൾ നല്ല പുക, ഒരു മാതിരി എരിവ് കയറുണ്ടോ, അതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും പുറത്ത്. ഓക്കെ, നമുക്ക് റാഗിക്കൂളം ആക്ച്വലി ആയത് എൻ്റെ വീഡിയോയിൽ കുറേ ആക്ച്വലി പിന്നെ കുറച്ച് സോ കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് റാഗിക്കൂളം ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരം കൂടി, എനിക്ക് മധുരം കൂടി ഒട്ടും പറ്റില്ല. പക്ഷേ ഈ മധുരം എരിവും ഒടുക്കത്തെ കോമ്പിനേഷൻ ആട്ടോ.
ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഹാപ്പി ആക്കും. ഞാൻ എന്തൊക്കെയോ വിചാരിച്ച്. ഓക്കെ ഗൈസ്, അപ്പോൾ റാഗി കൂള് റെഡിയാണ്. മുളക് ഈ പരുവത്തിൽ വേണം ചെയ്തെടുക്കാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ റാഗി കൂളും മുളകും ടേസ്റ്റ് ചെയ്തായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഗൈസ്, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.